അച്ഛാ, എനിക്കിത് ആരാന്നറിയില്ല. എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഈശ, ഒരടി മുന്നോട്ട് പോകരുത്. നീ ഇവിടെ നിന്നാ മതി, മനസ്സിലായോ? ഗുലാബൻ, നീ കാണുന്നില്ല ഇവളുടെ കണ്ണുകളിലെ കളങ്കം? ഈ ഗംഗാജലത്തിന് പോലും കഴിയുന്നില്ല കളങ്കം മാറ്റി പവിത്രമാക്കാൻ. ഒരുപാട് ലാളിച്ചല്ലേ നീ ഇവളെ വളർത്തിയത്. പക്ഷെ എനിക്ക് അറിയാമായിരുന്നു ഇവളുടെ അഹങ്കാരിയായ അമ്മയെ പോലെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് കളയുമെന്ന്. നിന്റെ അച്ഛൻ നിന്നെ സ്വർണത്തിൽ മൂടാൻ ശ്രമിക്കുമ്പോ നീ ഈ കുടുംബത്തിന് മേൽ ചെളിവാരി വിതറാൻ ശ്രമിക്കുകയാണല്ലേ? കൃത്യസമയത്ത് തന്നെ സൂരജ് നിന്റെയും പിന്നെ രോഹന്റെ ചുറ്റിക്കളി ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഒരു നിമിഷം പോലും നീ ഈ കുടുംബത്തിനെ പറ്റി ചിന്തിച്ചില്ലല്ലോടി. അച്ഛാ, ഞാൻ അച്ഛനെ വിഷമിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. കള്ളം പറയണമെന്ന് ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല അച്ഛാ. ഞാൻ പ്ലേ കഴിഞ്ഞിട്ട് എന്റെ രോഹന്റെയും കാര്യം. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഒരിക്കൽ കള്ളം പറഞ്ഞു തുടങ്ങിയാൽ അതൊരിക്കലും ആരെക്കൊണ്ടും അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന്. അച്ഛാ, ഞാൻ അച്ഛനോട് എല്ലാം സത്യമായിട്ടും പറയാനിരുന്നതാ. അച്ഛനറിയാലോ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അച്ഛനെയാ. ഞാൻ അച്ഛനോട് എല്ലാം തുറന്നു പറയാനാ വിചാരിച്ചിരുന്നത്. പിന്നെ എന്താ ഇതുവരെ പറയാതിരുന്നത്? എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണോ എന്നോട് പറയാൻ വന്നിരിക്കുന്നത്? ഈ വീട്ടിൽ ഇനി അതറിയാൻ ആരും തന്നെ ബാക്കിയില്ല. എല്ലാവരും ഗുലാബ് സിംഗിനോട് ചോദിക്കുകയാണ്. നമ്മുടെ സമ്മതമില്ലാതെ നീ ഇനി പുറത്തേക്ക് പോവില്ല, മനസ്സിലായോ? അച്ഛാ, 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 അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അങ്കിൾ, അങ്കിൾ, എന്റെ പേര് രോഹൻ. ഞാൻ ഈശ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അവളോടൊപ്പം സൂരജ്, പറയൂ സർ. ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അറിയാം. രോഹൻ, അച്ഛാ, 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 സത്യമായിട്ട് ഞാൻ അച്ഛനോട് എല്ലാം തുറന്നു പറയാനായിട്ട് വരുമായിരുന്നു. അച്ഛൻ എന്നെയല്ലേ ശിക്ഷിക്കേണ്ടത് അച്ഛാ? അച്ഛൻ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം. പക്ഷെ അച്ഛൻ എന്നെ വെറുക്കുന്നത് മാത്രം എനിക്ക് സഹിക്കാൻ കഴിയില്ല. അച്ഛാ, അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇവര് ചെയ്തോളൂ.